അച്ഛൻ വേഗം അച്ഛന് ചായ അച്ഛനോട് ഇരിക്കുന്നുണ്ട്. പഴംപൊരി ഇതാണ് അമിത അല്ലേ? അച്ഛൻ വന്നതിന്റെ ഭാഗമായിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഡയറ്റാണ്, എന്നാലും പഴംപൊരി ഇതൊന്നും അധികം കഴിക്കണ്ട, എണ്ണ കടികളൊന്നും. എടുത്തോ? ചായ എടുക്കട്ടെ? കോഫി അത് എനിക്ക് എടുക്കും, എനിക്കുള്ളത് എടുക്കും. പഴംപൊരി ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. ഇത് എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാ. ഫ്രണ്ട് ഉണ്ടാക്കിയതല്ല, ആദ്യം അച്ഛനെ പരിചയപ്പെടുത്ത്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ എല്ലാവർക്കും. അങ്ങനെ നോക്കുതാ, അച്ഛനാണ്. ഇതാ ക്യാമറ അവിടെ. അച്ഛന് ക്യാമറയുടെ മുന്നിൽ വരാനേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്നാലും ഞങ്ങളിങ്ങനെ ഓരോരോ കണ്ടന്റ് വീഡിയോയില് വെറുതെ ഇങ്ങനെ അഭിനയിപ്പിച്ച് കൊണ്ടുവരുമല്ലേ. അച്ഛൻ മിനിഞ്ഞാന്നല്ലേ വന്നു? മിനിഞ്ഞാന്ന് വന്നു. അച്ഛനിവിടെ തൃശ്ശൂർ മുണ്ടൂര് പറഞ്ഞ സ്ഥലത്തൊരു ഒരു അളിയൻ്റെ പോലെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ എപ്പോൾ വന്നാലും ഞാൻ മോളെ കണ്ടിട്ടേ പോവുള്ളൂ. മോളെ കണ്ടിട്ടേ പോവുള്ളൂ. പക്ഷെ മോളെ കണ്ടു കഴിഞ്ഞാൽ ഈ വിരുന്നേരോടേക്ക് വന്ന പോലെ കേട്ടോ, വൈകുന്നേരം വിളിക്ക് പോകണം. അങ്ങനെയാണ്. 2 ദിവസം നിൽക്കാൻ പറഞ്ഞ് നിൽക്കില്ല. പക്ഷെ ഇന്ന് വന്നപ്പോ പിടിച്ചിരുത്തി. അതാ ഇപ്പോഴും പോവാൻ രസമാറിയതാ. അപ്പൊ നടക്കില്ല, നാളെ കാലത്ത് പോയാൽ മതി. ഇവിടെ എന്താ കുഴപ്പം? ഞാൻ പോരാ ചായ കുടിക്കാച്ച. പഴംപൊരി കഴിച്ചു നോക്കി. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. ബർഗർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബർഗറും പഴംപൊരിയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കണം. അടിപൊളി ടേസ്റ്റാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് അല്ലേ? പഴമൊക്കെ നല്ല. അവർക്ക് ബർഗറും ഉണ്ടോ? നല്ല രസം. ബർഗർ ഞാൻ ഒരു ദിവസം ബർഗർ വാങ്ങിച്ചു. അച്ഛനങ്ങനെ മിഞ്ഞാന്ന് വന്നു. അപ്പൊ ഞങ്ങള് ഇപ്പൊ അച്ഛനെ വെച്ചിട്ടൊരു ഷോർട്സ് കൊടുത്തുട്ടോ. അച്ഛൻ വന്ന അപ്പൊ ഒരു ഇമോഷണൽ ഷോർട്സ് എടുക്കും. അച്ഛനെ വെച്ചിട്ട് കോമഡി എടുക്കാൻ പറ്റില്ല. അച്ഛന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ കോമഡി പറ്റില്ല. അപ്പൊ അച്ഛനും ഫുള്ള് ഇമോഷണൽ ആണ്. ഞാൻ കഴിക്കട്ടാ, ഡയറ്റാണ്. എന്നാലും പിന്നെ അച്ഛൻ വന്ന കാരണം കൊണ്ട് ആവാലോ ഒരു പഴംപൊരി അല്ലേ. അവള് ഡയറ്റ് എടുക്കുമ്പോ എന്നെ കൊണ്ട് എടുപ്പിക്കും. നിനക്ക് ഡയറ്റ് എടുക്കുമ്പോ നീ എടുത്ത പോലെ. ഞാൻ കുക്ക് ചെയ്യല്ലേ, അപ്പം നല്ല നല്ല സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ ഡയറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ശരിയാവുക, ഞാൻ അങ്ങനെ നോക്കിയിരിക്കേണ്ടി വരില്ലേ. അപ്പം ഞാൻ എല്ലാവരെ കൊണ്ട് അങ്ങനെയല്ല കേട്ടാ, എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പരമാവധി ചില സമയത്തൊക്കെ ഞാൻ നന്നായി കൺട്രോൾ ചെയ്തിട്ട് എടുക്കാറുണ്ട് ഡയറ്റ്. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ എന്നെ പ്രലോഭിപ്പിക്കും. അങ്ങനെ തന്നെയല്ലേ പറയാ? കഴിക്കണോ, കഴിച്ചോ, നീ ഒരു കഷ്ടമല്ലേ, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ ഞാൻ എന്നാലും കൺട്രോൾ ചെയ്തിട്ടിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കർക്കിടക മാസം തുടങ്ങല്ലേ, അപ്പൊ പിന്നെ തൊട്ട് നല്ലോണം പിടിക്കണം വിചാരിച്ചിട്ട് തന്നെ നിൽക്കണം. കർക്കിടക മാസം തുടങ്ങാണ്ട് അതിനു മുന്നേ കുറെ അടിച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാനും മോളോട് പറയാണ്, വളരെ ശ്രദ്ധിച്ചൊക്കെ ആഹാരം കഴിക്കണം പറയാണ്. തലൂടി വരികയാണ്. അവള് ഭക്ഷണം കഴിക്കാണ്ട് അച്ഛനെ പേടി. മോളെപ്പോ വന്നാലും നമ്മുടെ ക്യാമറയിൽ പറയും ചിരിച്ചിട്ട് നമ്മൾ പറഞ്ഞയച്ചുള്ളൂ. നല്ലൊരു ട്രീറ്റാണ് മോളെ തരുന്നത്. വീഡിയോയില് കാണുന്ന മാതിരി അല്ലാന്ന്, പൊട്ടത്തി അല്ലാന്നാണ് വീഡിയോയില് കണ്ണാശല്ലാന്ന്. അപ്പൊ പലപ്പോഴും വീഡിയോ എന്റെ കൂട്ടുകാരൊക്കെ കാണുമ്പോ പല തമാശകളൊരു പറഞ്ഞിരിക്കാറുണ്ട് എന്നെ പറ്റി ആലോചിച്ചിട്ട്. അതൊക്കെ എന്റെ മക്കളും കാരണം അങ്ങനെയൊക്കെ നല്ലൊരു കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് ഞാൻ സംതൃപ്തനാണ്. അപ്പൊ ഇപ്പോഴത്തെ ഷോർട്സ് അച്ഛൻ മോൻ ദുഷ്ടയായിട്ടുള്ള മരുമോള്. അപ്പൊ അതില് അങ്ങനെ ഒരു തീമാണ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഫേസ്ബുക്കിൽ നിന്ന് വരാൻ പോണ കമന്റുകളാണ് അല്ലേ സഹിക്കാൻ പറ്റാത്തത്. കാരണം അവർക്ക് ഇത് വീഡിയോ ഒന്നും അറിയില്ല. ഫേസ്ബുക്കിൽ ഇത് വീഡിയോ ഒന്നും അറിയില്ല. അവര് വിചാരം റിയൽ ലൈഫാണ്. അപ്പൊ എന്താ പറയാ, എന്താ ചെയ്യാല്ലേ. ഞാൻ ശരിക്കത്തെ മരുമോളാണ്. ഈ ഫേസ്ബുക്കിൽ വരുന്നവരുടെ ധാരണ എന്താ അറിയോ, അവിടെ ഒരു പാവമായിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ കൊടുന്നു കഴിഞ്ഞാൽ അയാൾ ശരിക്കും പാവം, അതുപോലെ ഒരു ക്രൂര കഥാപാത്രം കൊടുന്നു കഴിഞ്ഞാൽ അയാൾ ശരിക്കും ക്രൂരനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സ്ക്രിപ്റ്റാണ്, അഭിനയാണ്, ഒന്നും അവർക്ക് അറിയില്ല. അവർക്ക് വെച്ചലയ്ക്കാൻ മതി. കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തോ ബാധ കയറിയ പോലെ. നമുക്ക് എന്തോ ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് കേട്ടോ ഒരു
എന്തായാലും ഉണ്ട് 60% ആൾക്കാർ അങ്ങനെ തന്നെയാണ്. ബാക്കി ഒരു 40% നല്ല ആൾക്കാരുള്ളൂ കേട്ടോ ഫേസ്ബുക്കിൽ വരുന്നവര്. ബാക്കി യൂട്യൂബ് ഇൻസ്റ്റ നോക്കണ്ട, അവിടെ കൊരിയാണ്. അവിടെ ഫുൾ ഞങ്ങൾക്ക് അതല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഫുൾ സപ്പോർട്ടാണ്. അച്ഛനും ക്യാമറയുടെ മുന്നിലും അങ്ങനെ അഭിനയിക്കാനോ അങ്ങനെ ഒന്നും അറിയില്ല. അച്ഛനെ സ്ഥായിയായിട്ടുള്ളൊരു ഭാവമുണ്ട്. അപ്പൊ ആ ഒരു ഭാവം വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു ഭാവം ഭയങ്കര ഫേമസ് ആണ്. അച്ഛനൊക്കെ നാട്ടില് ഫസ്റ്റ് വീഡിയോ ഇവിടെ നിർത്തി നാട്ടിൽ പോയപ്പോ ഭയങ്കര ഫേമസ് ആയി. ബസ് ഇറങ്ങിയപ്പോ തന്നെ ഭയങ്കരമായിരുന്നു ആൾക്കാർക്ക്. അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. മക്കൾ നന്നായിട്ട് ഈ ജോലിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, കുട്ടിയെ പെട്ടെന്ന് അഭിനയിക്കാൻ പോകണ്ടോ എന്നാണ് കുറെ ആൾക്കാർ ചോദിക്കുന്നത് എന്നോട്. പേര് ഇപ്പൊ അച്ഛൻ പറഞ്ഞു എന്താണുള്ളത്, അങ്ങനെ അധികാരം ഇല്ലാത്ത പേര്. എന്റെ പേര് കുട്ടിയപ്പൂ എന്നാണ് പേര്. നമ്മുടെ പേര് ദേവകി. അപ്പൊ അച്ഛൻ അങ്ങനെ വല്ലപ്പോഴും വരും, പക്ഷെ നിക്കില്ല, നിക്കാൻ മാത്രം സമ്മതിക്കില്ല. ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ, എവിടെ വെച്ചാ ഗുരുവായൂർ അല്ലേ? മുണ്ടൂരാണ് അവരുടെ വീട് അല്ലേ, ഗുരുവായൂർ കല്യാണം. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നാണ്. എന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് ഇങ്ങോട്ട് വന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറെ വർഷങ്ങൾ ഞാൻ സിനിമ ഫീൽഡിലായിരുന്നു. ഓപ്പറേറ്റർ, സിനിമാ തിയേറ്ററിൽ ഓപ്പറേറ്റർ. ചെറുപ്പം മുതലേ അതിനോടാണ് താല്പര്യമായിരുന്നു. അങ്ങനെ കുറെ കാലം ചെയ്യുമ്പോഴാണ് ഈ 1990 എനിക്ക് ഒരു സർക്കാർ ജോലി കിട്ടി. 1990 ഞാൻ ജനിച്ച ശേഷം. ഞാൻ 89. ഹോമിയോ ഡിസ്പെൻസറിയില് കമ്പൗണ്ടർ അല്ലേ? കമ്പൗണ്ടർ ഫാർമസിസ്റ്റ് ആയിട്ട് ഇപ്പൊ 18 വർഷങ്ങളായി കഴിഞ്ഞു. അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പഴയ ആളാണ്. പക്ഷെ അവിടെ നിന്ന് വിരമിച്ചിട്ട് അച്ഛൻ തിയേറ്ററിൽ പോയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ചീത്ത പറഞ്ഞിട്ടാണ് തിയേറ്റർ പോക്ക് ഒഴിവാക്കിയത്. കാരണം കൊറോണ ടൈമിൽ പോയിണ്ടായിരുന്നു. അവിടെ എന്താ പറയാ, എന്തായാലും പോയി അവിടെ എന്താ പറയാ രാത്രി നിക്കുവായിരുന്നു അല്ലേ അച്ഛാ? സിനിമ ഇല്ലെങ്കിലും അവിടെ ഒരാള് അങ്ങനെ നിന്നിട്ട് എന്താ 10 രൂപ കിട്ടണത് ആയില്ലേന്ന് പറഞ്ഞിട്ട് പോയി നിന്നതാട്ടാ. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ച, ഞങ്ങൾക്കാണെങ്കിൽ പോയിട്ട് കൂട്ടിട്ട് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ, വിളിച്ച് നല്ല ചീത്ത പറഞ്ഞിട്ടാണ് ലാസ്റ്റ് പറ്റില്ല നിർത്താൻ പറഞ്ഞു. ഇനി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ തിയേറ്ററിന്റെ ഓണറിനെ വിളിച്ച് പറയും. ഈ പ്രായമായല്ലോ, ഈ പ്രായമായല്ലോ, കാലത്ത് ഒരു എത്ര ന്യൂൺഷോ ഇട്ട് പോവും, പിന്നെ രാത്രി 1 മണി വരെ തിയേറ്ററിലാണ് ജോലിയാണ്. അപ്പൊ ഈ പ്രായത്തില് അത് സ്റ്റെപ്പ് കയറി ഇറങ്ങണം. ചെറിയൊരു ശമ്പളമാണെങ്കിൽ അതോട് ഇത്രയും കാലം ജീവിച്ചു വന്നു. പിന്നെ അതോട് ഈ ഗവൺമെന്റ് സർക്കാർ ജോലി കിട്ടിയതോട് കൂടിയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. എനിക്ക് തീർത്തു. പിന്നെ മോളുടെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ മോളുടെയും കല്യാണം കഴിച്ചു വിട്ടാക്കി. 2 പേർക്ക് 2 മക്കളായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെപ്പോഴും കാണാനായിട്ട് ഞാൻ ഓടിയിട്ട് വരുന്നുണ്ട്. കാണാൻ വരും, പക്ഷെ അപ്പൊ തന്നെ പോണെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഏകദേശം നല്ലൊരു പ്രായമായിട്ടുണ്ട്. നല്ലൊരു പ്രായമുണ്ട്, പക്ഷെ അങ്ങനെ തോന്നില്ല കേട്ടാ. കാരണം ടൗണില് ബസ് ഇറങ്ങിയിട്ട് വിയൂർക്ക് നടന്നു വരും. ടൗണില് തൃശ്ശൂരിന്ന് ടൗണില് ബസ് ഇറങ്ങി കഴിഞ്ഞാലേ ആകെ 10 രൂപ ടൗണിൽ ബസ് ആയിരുന്നുള്ളൂ. അപ്പൊ വെച്ചാൽ പറയും എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ്, ഇടയ്ക്ക് 3-4 കിലോമീറ്റർ നടന്നിട്ട് വരും. ഞാൻ പറയും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഞാൻ വരാം. അല്ലെങ്കിൽ അവിടുന്ന് ബസ്സിനാകെ 10 രൂപയുടെ ഉള്ളൂ, പക്ഷെ നടക്കണം. എനിക്കൊക്കെ ആണെങ്കിൽ 2 അടി അങ്ങനെ വെക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് എന്ത് കാരണം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാൻ പാടില്ല, നമ്മളായിട്ട് അവർക്ക് വിഷമം കൊടുക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിലേക്ക് വരുന്നത്. എല്ലാ മക്കൾക്കും അച്ഛനമ്മയും വീട്ടിൽ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തില് അച്ഛനമ്മമാര് മക്കളെ നോക്കും, അത് പ്രായമാകുമ്പോൾ മക്കൾ അച്ഛനമ്മമാരെ നോക്കണം. അത് നാട്ടു നടപ്പാണ്. നാട്ടു നടപ്പൊന്നല്ല, മക്കളുടെ കടമയാണ്. ചെറുപ്പത്തിൽ നോക്കണം അച്ഛനമ്മമാരുടെ കടമ, പ്രായമാകുമ്പോൾ നോക്കണം മക്കളുടെ കടമ. അത് ബുദ്ധിമുട്ടല്ല. അത് ഇവിടെ തൃശ്ശൂരൊക്കെ അച്ഛൻ വർക്ക് ചെയ്തിട്ടില്ലേ? തൃശ്ശൂർ വർക്ക് ചെയ്തില്ലല്ലേ? ഹോമിയോയില് തൃശ്ശൂരുണ്ടോ? കിഴക്കമ്പാട്ട ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 92 അങ്ങനെ ഒരു 2-3 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മണ്ണുത്തിയിലോ? അവിടെയാണ് അല്ലേ? തിയേറ്ററിൽ തങ്കം തിയേറ്റർ അല്ലേ? തങ്കം ജയഭാരതി. പണ്ട് ഞങ്ങൾക്കൊക്കെ ഫ്രീ ആയിരുന്നു അല്ലേ സിനിമ. അച്ഛന് ഭക്ഷണം കൊണ്ടുപോകാണ്ട് ഒരു പോവും, എന്നിട്ട് അവിടെ പോയിട്ട് സിനിമ. അതാണ് ഇവിടെ സിനിമ ഭ്രാന്തി ചെയ്തത്. ഹൈസ്കൂൾ ആയക്കാട് പറഞ്ഞ ഒരു പട്ടരടി പ്രൈവറ്റ് സ്കൂളിലാണ്
പെട്ടെന്ന് നോക്കുന്ന ഹെഡ് മാസ്റ്റർ 10 വരെ അവിടെ ആയിരുന്നു അല്ലേ? അങ്ങനെ 10th വരെയ്ക്ക് അവിടെയായിരുന്നു. പിന്നെ അങ്ങനെ SLC കഴിഞ്ഞ ശേഷം ഞാനങ്ങനെ കുട്ടിക്കാലത്ത് ഈ സിനിമ കാണുക പതിവായിരുന്നു. അമ്മയും മുത്തശ്ശി. അപ്പോൾ ഇത് എപ്പോഴും എന്നെ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ സിനിമ കൂട്ടിക്കൊണ്ട് പോയി കാണിച്ച് എനിക്ക് ആ സിനിമയിലൊരു ഒരു ഹരം കയറി. അങ്ങനെ ഞാൻ SLC കഴിഞ്ഞ ശേഷമാണ് ഈ സിനിമയിലേക്ക് 69-ൽ, അതായത് ഒരു 70 തന്നെ കണക്കാക്കുന്നു. 70-ലാണ് സിനിമ തിയേറ്ററിലോട്ട് വരുന്നത് തന്നെ. അങ്ങനെ അവിടെ അന്നൊന്നും വലിയ വരുമാനങ്ങളോ വലിയ ശമ്പളങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലത്തിൽ ആ സിനിമയിൽപ്പെട്ട കാരണം എൻ്റെ ജീവിതം കുറച്ച് എനിക്ക് വല്ലാത്ത വിഷമങ്ങളുണ്ടായി. എന്നാലും അതേ ഒരു ഹരത്തിൽ നിൽക്കുക കാരണം അങ്ങനെ ഒരു 40-45 വർഷം പോയ കഥയില്ല. അവിടെ കിട്ടുന്നതായിട്ട് ചെറിയൊരു തുടക്കത്തിലൊന്നും കാര്യമായിട്ടുള്ള നമുക്ക് ശമ്പളമൊന്നും ഇല്ല. ഇതിന് ശേഷമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അന്നൊക്കെ 250-350 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാശാണ്. അതുകൊണ്ട് അന്ന് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ അതേ സ്ഥാനത്ത് എത്ര കിട്ടിയാലും ജീവിക്കാൻ പറ്റാത്ത കാര്യം. അതാണ് അന്ന് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 90-ൽ ഞാൻ സിനിമ വടക്കഞ്ചേരി ജയബാലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഞാൻ PSC വഴിയല്ല, ഞാൻ എംപ്ലോയ്മെന്റ് ഏത് തൊഴിലും പാർട്ട് ടൈം ആയിട്ട് കിട്ടുള്ളൂ. ഈ പാർട്ട് സ്വീപ്പർ മീൻസ് അടിച്ചു വരുന്ന പണിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്രമേണ കാലഘട്ടം കഴിയും തോറും പിന്നെ പ്രൊമോഷൻ ബേസ്. അങ്ങനെ അന്ന് എനിക്ക് SLC പാസ് ഉള്ളത് കൊണ്ട് പിന്നെ 1-2 ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ് ആയിട്ടുണ്ട്. അന്ന് അന്നത്തെ കാലം അന്ന് ടൈപ്പ് റൈറ്റിംഗ് ആണ്. അന്ന് ടൈപ്പ് റൈറ്റിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് കാർ ഡ്രൈവിംഗിന്റെ ലൈസൻസ് 4 വീലർ ഡ്രൈവർക്ക് അതിപ്പോ തിരുപ്പൂട്ടി എടുക്കാറുണ്ട്. അങ്ങനെ അതിലും പോയി. അതും എൻ്റെ അച്ഛനും കുടുംബക്കാരൊക്കെ ആയിട്ട് ചേർക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാടൊക്കെ പല വിധത്തിലൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 90-ലാണ് ഈ പാർട്ട് ടൈമായിട്ട് കിട്ടുന്നത്. അത് ആദ്യം കിട്ടിയത് അട്ടപ്പാടിയിലാണ്. ഒരു സ്കൂളിൽ മേലെ ഒരു ലാസ്റ്റിലായിട്ട് പള്ളി പോയിട്ടാണ് പ്രൊമോഷൻ അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടാണ് ലാസ്റ്റ് 2004-ല് കിഴക്കുംപാട്ടുകര വരുന്നത്. അപ്പോഴേക്കും 3 പ്രൊമോഷൻ കഴിഞ്ഞു. ലാസ്റ്റ് ഫാർമസി പ്രൊമോഷൻ, ദാറ്റ് മീൻസ് കമ്പൗണ്ടർ എന്നുള്ള ഒരു രീതിക്ക് വന്നു. പിന്നെ അതിലങ്ങനെ വർക്ക് ചെയ്തു. ലാസ്റ്റിൽ എത്രയും പെട്ടെന്ന് കാലം പോയവർ പറയുകയാണെങ്കിൽ ഒരു 14-15 വർഷം കറക്റ്റ് സർവീസ് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഫാർമസി പോസ്റ്റ് ഇരുന്നുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ വിവിധ ബിസിനസ് സൈഡിൽ പല ഭാഗങ്ങളിലായിട്ട് ഡെയിലി വേഴ്സായിട്ട് ഒരു 10 വർഷം അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു 10-15 വർഷം ഹോമിയോപ്പതിയിലായിരുന്നു. 20 വർഷം ഹോമിയോയിലായിരുന്നു. റിട്ടയർ ആയിട്ട് ഇപ്പോൾ 2006 ടു ഈ വർഷം 2025 19 വർഷമായില്ലേ? 21 വർഷം. പക്ഷെ റിട്ടയർ ആയതിനു ശേഷം ഡെയിലി വേജസിന് പോയിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കല്യാണ സമയത്തും ഡെയിലി വേജസിന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഞാനും 19 പറഞ്ഞപ്പോഴേ 19 വർഷം പിന്നെ അതിനുശേഷം കിട്ടിയതൊക്കെ ഒരു 10 വർഷം ഡെയിലി വേസായിട്ട് പല ജില്ലയിലും പാലക്കാട് ജില്ലയിൽ പല പഞ്ചായത്തുകളിൽ കണ്ണമ്പ്ര, പുതുക്കോട്, വടക്കഞ്ചേരി, പിന്നെ പുള്ളോട്, ഡിസ്പെൻസറിയാണ് പുള്ളോട്. പിന്നെ ലാസ്റ്റ് കിട്ടിയത് പെരിങ്ങോട്ട് 2017 കിട്ടിയത്. ലാസ്റ്റ് ഏജ് പാറിൽ അവരങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഞങ്ങളെ. എത്ര വയസ്സായപ്പോ? 60. അപ്പോഴും 65-66 ആയല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ 60 കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ശേഷം അങ്ങനെ എടുക്കാറില്ല. അത് ഗവൺമെന്റ് ഒരു ഏജ് പറയി കഴിഞ്ഞാൽ പിന്നെ വേറെ സെലക്ട് ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് വളരെ വിഷമമുണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഞാൻ കുറച്ച് അപ്സെറ്റായിട്ട് ഇരിക്കുകയാണ്. 2 മക്കളുടെ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ചെക്കന്മാരുണ്ട്. ചെക്കന്മാർക്ക് ഏകദേശം കല്യാണ പ്രായമായി. അപ്പോൾ അവരും ഇപ്പോൾ ഇങ്ങനെ പല പണികളായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷം ഇരിക്കുന്ന സമയത്ത് ഒരു ദുരന്തം നടന്നു. അതിപ്പോൾ അച്ഛൻ പറഞ്ഞത് അറിയില്ലേ? എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിന് ശേഷം ഞാനും വളരെ മാനസികമായിട്ട് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിക്കും അത് കുഴപ്പമില്ല. ഒരു ദിവസമല്ലേ മധുരമൊന്നും കഴിച്ചിട്ട് കുഴപ്പമില്ല. ഷുഗർ ഉണ്ട്. പക്ഷേ എന്തുണ്ടെങ്കിലും ഷുഗർ എനിക്ക് ഉണ്ട്. ഏകദേശം ഒരാളെ ഷുഗർ ഉണ്ട്. ഷുഗർ ഉണ്ട്, എൻ്റെ BP ഉണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ മരുന്ന് മെഡിസിൻസിന് എൻ്റെ ഹോമിയോപ്പതി മെഡിസിനോട് എനിക്ക് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹോം മെഡിസിൻസ് നടക്കുന്നുണ്ട്. എപ്പോഴും പോയി ഞാൻ തന്നെ പോയി മരുന്നെടുത്ത് കഴിക്കാറുണ്ട്. അവിടെയുള്ള കൂട്ടുകാരൊക്കെ എൻ്റെ സഹപ്രവർത്തകരാണ്. ഡോക്ടർമാർ ഏകദേശം നല്ല ഡോക്ടേഴ്സിനൊക്കെ നല്ല പരിചയമുണ്ട്. മരുന്ന് കഴിച്ചിട്ട് ഇടയ്ക്ക് പ്രഷറിൻ്റെ ബിപിൻ്റെ ഒക്കെ മരുന്ന് കഴിക്കാറുണ്ട്. കുറച്ച് സമാനമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എന്ത് തന്നെ ഭക്ഷണമാണെങ്കിലും നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം ഒന്നും കുറയ്ക്കൊന്നുമില്ല. അപ്പൊ അതൊക്കെ സാധാരണ രീതിയിലാണ്. അതാണ് കേട്ടോ വലിയൊരു കാര്യം. ഇങ്ങനെയൊക്കെ ഭക്ഷണത്തില് മധുരം കുറച്ചിട്ടില്ല. ചായയിലൊക്കെ മധുരം സാധാരണ രീതിയിൽ ഇടും. ഭക്ഷണം അളവൊന്നും കൂടുതൽ കഴിക്കില്ല. പക്ഷെ ചപ്പാത്തി ആണെങ്കിൽ 3 അതിൽ കൂടുതൽ കഴിക്കില്ല. ഇഡ്ഡലി ആണെങ്കിൽ 4 അല്ലേ? അങ്ങനെയാണ്. ആ ഫുഡിലൊരു ഭയങ്കര കൺട്രോളാണ്. ആ ഒരു അളവ് ഡോക്ടർമാർ പോലും പറയുന്നില്ല. പക്ഷെ ഞാൻ എന്ത് തന്നെ വന്നാൽ ഞാൻ സഹിക്കട്ടെ പറഞ്ഞ് ഞാൻ പക്ഷെ എന്താണെന്ന് വെച്ചാലേ നല്ലൊരു ദൂരം എന്നും നടക്കും. നടന്നു വരുമ്പോ നന്നായി നടക്കും. രാവിലെ എണീറ്റിട്ട് കുളത്ത് പോയി കുളിച്ചാലേ സമാധാനമാവും. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ നിൽക്കാത്തത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുളത്ത് പോയി കുളിക്കണം കാലത്ത്. അല്ലാണ്ട് വീട്ടിലൊന്നും കുളിച്ചാൽ തൃപ്തിയാവില്ല. അച്ഛൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ നാട്ടിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇതൊക്കെ എടുത്ത് നടന്ന് എല്ലാവരെയും വിശേഷങ്ങൾ അറിഞ്ഞ് അങ്ങനെ കുളിച്ചു വരുമ്പോ നേരെ വല്യച്ഛന്റെ വീട്ടിൽ പോകും. വല്യച്ഛൻ ഇപ്പൊ ഇല്ല. വല്യച്ഛൻ 2 വർഷമായിട്ട് മരിച്ചിട്ട്. അപ്പൊ വീട്ടിൽ പോയി പ്രേം ചേച്ചിയുടെ വീട് അവർക്ക് കുട്ടിക്കാലത്ത് കളിച്ചു വന്നവരാ. അപ്പൊ അവരൊക്കെ എല്ലാവരെയും പോയി അന്വേഷിച്ച് എല്ലാവരും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു ഡെയിലി റൂട്ടീനാണ് അത്. അതുപോലെ തന്നെ ചെയ്യണം. അതാണ് പ്രത്യേക ഒരു ചിന്താഗതിയാണ് അനുഭവിച്ചു വരുന്നുണ്ട്. വരുമ്പോഴും ഒക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ. നാട്ടുകാരാണെങ്കിൽ എല്ലാവരും കാണുകയാണല്ലോ. കാണുമ്പോ തന്നെ ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ എന്നെ കുറിച്ച് എന്റെ ഒരുപാട് ബന്ധുക്കൾ കംപ്ലീറ്റ് തമിഴ്നാടാണ്. അപ്പൊ ഇവരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 5-6 മാസം കൂടുമ്പോൾ ഒരു 4-5 ദിവസം അതിന് വേണ്ടി ഏറ്റവും ഇഷ്ടമാണ് ട്രെയിനിൽ പോവാ, ബസ്സിൽ പോവാ, തനിയെ പോയിട്ട് ഒന്ന് എല്ലാവരും കണ്ടുവരും. സന്തോഷം. അതുപോലെ ആഴ്ചയിൽ ഒരിക്കല് എല്ലാവരെയും പരിചയമുള്ള എല്ലാവരും ബന്ധത്തിലുള്ള എല്ലാവരും ഫോൺ ചെയ്യും. ആരെയും വിടാണ്ട് ഫോൺ ചെയ്യും. അങ്ങനെയാണ് കാണാറുണ്ട്. എന്ത് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ നടന്നാലും ഞാൻ അവിടെ പോയി കോയമ്പത്തൂരാണെങ്കിലും അതിനപ്പുറമാണെങ്കിലും ഞാൻ പോയിട്ട് ആ നിമിഷം പോയി കണ്ടിട്ട് വരും. അങ്ങനെ ശീലം കൂടി ഉണ്ട്. അല്ലാതെ ഞാൻ ആരും കാണാതിരിക്കില്ല. അങ്ങനെയാണ്. അച്ഛൻ വന്നപ്പോ ഇന്ന് പോണെന്ന് പറഞ്ഞതാ. അപ്പൊ ഞങ്ങള് ചെറിയൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് എന്തായാലും എടുക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ, എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ ഞങ്ങള് ഷോർട്സ് എടുത്തു. ഷോർട്സ് എടുത്തു കഴിഞ്ഞ് ചായ ഒക്കെ ഉണ്ടാക്കിയതാണ്. പഴംപൊരി വേഗം വിളിച്ചു പറഞ്ഞു അഭിതിക്ക് പഴംപൊരി കിട്ടുമോ. ഒന്ന് ഞായറാഴ്ച കാരണം കൊണ്ട് എന്താണെന്നറിയില്ല, നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു വേഗം അവള് കൊടുത്തയച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ 4 മണിത്തെ ഒരു കുഞ്ഞു വ്ളോഗ്, ചെറിയൊരു വ്ളോഗ്. അച്ഛന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.